നമ്മുടെ അടുത്ത ചോദ്യം ഡോക്ടർ രൂപേഷിനോടാണ്. അപ്പോൾ ഡോക്ടർ രൂപേഷ്, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു റൂട്ട് കനാൽ ചെയ്ത പല്ല് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടായിരിക്കണമല്ലോ ക്രൗൺ ചെയ്യണമെന്ന് പറയുന്നേ. അതെ. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? അപ്പൊ അതിന് ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ അതിന് ഒന്നോ രണ്ടോ വെർഷൻസ് ഉണ്ട്. ഇപ്പൊ റൂട്ട് കനാൽ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ക്രൗൺ ചെയ്യുന്നതിന്റെ ഒരു കാരണം നമ്മളിപ്പോ ഡോക്ടർ കൗശിക് അടുത്ത സെക്ഷനിൽ പറയുമായിരിക്കും. ജനറലി പലപ്പോഴും ഈ റൂട്ട് കനാൽ ചെയ്ത പല്ലുകളുടെ കളർ ചേഞ്ചുകൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഒരു കാര്യം ഒരു കാരണം നമ്മൾ ക്രൗൺ ചെയ്യുന്നതിന്റെ ഒരു കാരണം അതിന്റെ ഭംഗി വർദ്ധിപ്പിക്കാനും അതിന്റെ കളർ മാച്ച് ചെയ്യാനുമാണ് അതിന്റെ ഒരു കാരണം. രണ്ടാമത്തെ ഇതിന് നമുക്ക് കൂടുതൽ ഫങ്ഷണബിലിറ്റി, ചവയ്ക്കേണ്ട പല്ലുകൾ, അണപ്പല്ലുകളൊക്കെ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മിക്കവാറും എല്ലാ പല്ലുകളും ഈ കേട് വന്നിട്ടായിരിക്കുമല്ലോ ഈ പല്ലുകൾ നമ്മൾ റൂട്ട് കനാൽ ചെയ്യാൻ വരുന്നത്. അപ്പൊ അതിന്റെ ഫങ്ഷണൽ മോർഫോളജി, അതായത് അതിന്റെ ചവയ്ക്കുന്ന ഭാഗങ്ങളുടെ ഘടന ശരിയാക്കി എടുക്കാനും ഈ ക്രൗൺ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നതാണ്. മൂന്നാമത്തത് ഈ ക്രൗൺ എന്ന് പറയുന്നത് ഇതാണ് ഒരു പുതിയ ഒരു സംഗതി. പലപ്പോഴും എത്രത്തോളം പല്ലുകളുടെ ഘടന ബാക്കിയിരിക്കുന്നു എന്നുള്ളതും അനുസരിച്ചിരിക്കും നമ്മുടെ ഈ ക്രൗണിന്റെ എഫിക്കസി, അല്ലെങ്കിൽ എത്രത്തോളം പല്ലുകൾ ബാക്കിയുണ്ട്. ഇപ്പൊ തീരെ കേടില്ലാത്തൊരു പല്ലാണെങ്കിൽ പ്രോബ്ലി ചിലപ്പോൾ ഒരു ചെറിയൊരു റെസ്ട്രേഷൻ തന്നെ മതിയായിക്കൂടായികയില്ല. അതേസമയം ആ കളർ മാറുകയാണെങ്കിൽ നമ്മൾ ക്രൗൺ ചെയ്തേ പറ്റും. അതേസമയം പല്ലിന്റെ ഒരു 3/4 ഭാഗവും നഷ്ടപ്പെട്ടു പോകുന്ന പല്ലുകളിലൊക്കെ ആണെങ്കിൽ ഞാൻ സാധാരണ ഡോക്ടർ കൗശികിന്റെ സഹായം ചോദിക്കുക. അതിൻ്റെ അകത്തൊരു പോസ്റ്റ്, അതിനെ നമ്മൾ ഈ എന്താ പറയാ ഒരു പൈലടിച്ച് അതിന്റെ സ്ട്രെങ്ത് കൂട്ടുന്ന പോലെ ഡോക്ടർ കൗശികിലേക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്യും. അതേപോലെ ഒരു പോസ്റ്റ് ഘടിപ്പിച്ച് എനിക്ക് തരും. ആ പോസ്റ്റിന്റെ പുറത്ത് നമ്മൾ പല്ലിന്റെ ഷേപ്പ് ബിൽഡ് ചെയ്ത് എന്നിട്ട് നമ്മൾ അതിന് പുറത്തൊരു ക്രൗൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായി നിലനിൽക്കും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഇച്ചിരി സയന്റിഫിക് ആണ് ഈ കാര്യം. അതിൻ്റെ അകത്തൊരു ഫെറൂൾ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. നമുക്കൊരു മോണയോട് ചേർന്ന് പല്ലിന്റെ ഘടന വളരെ മനോഹരമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് ഭംഗിയായി തന്നെ നിൽക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി ആൾക്കാരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക.